മാസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയുണ്ട്. ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരുപോലെ വസ്ത്രം ധരിച്ച് സ്റ്റേജിലിരുന്ന് ചില പാട്ടുകൾ പാടുന്നു. പൊതുവെ ഭക്തിഗാനങ്ങൾ കേൾക്കുന്നത് ഒരു പ്രത്യേക വിഭാഗമാണ് എന്ന അടിസ്ഥാന ചിന്താഗതിയെ മാറ്റിമറിച്ച ഈ ചെറുപ്പക്കാർ ആഭാലവൃതം ജനങ്ങളെയും കയ്യിലെടുത്തിരിക്കുകയാണ്. കണ്ടാൽ ഒരു കച്ചേരിയോ ഭജനയോ ഒക്കെ പോലെ തോന്നുമെങ്കിലും മലയാളത്തിലെ പ്രശസ്തമായ മനോഹരമായ സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും കോർത്തിണക്കി അവർ പാട്ടുകൾ പാടി ലോക മലയാളിയിലേക്ക് എത്തിയത് അതിവേഗമാണ്. നെഞ്ചിൽ തുടിക്കും നിൻ എന്ന് തുടങ്ങുന്ന ഗാനം കാണികളെ മുഴുവൻ ഒരുപോലെ കയ്യിലെടുത്ത ആ വീഡിയോ അതിവേഗമാണ് വൈറലായത്. ഒപ്പം നന്ദഗോവിന്ദം എന്ന മ്യൂസിക് ബാൻഡും സംഗീത പ്രേക്ഷകർക്കിടയിൽ വലിയ ശ്രദ്ധ നേടുകയായിരുന്നു. അതിൽ പറയരുതേ രാധയെ അറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം എന്ന് തുടങ്ങിയ ഈ ഷോർട്ട് റീൽ വീഡിയോ 12 മില്യണിലധികം പേരാണ് ഇതുവരെ കണ്ടു തീർത്തിരിക്കുന്നത്. കാതലേ കാതലേ എന്ന പാട്ടിന്റെ മ്യൂസിക് ചേർത്ത് അത് അവസാനിക്കുമ്പോൾ പാടുന്നത് കൊട്ടുമില്ല കുഴലുമില്ല എന്ന ഗാനം. നന്ദഗോവിന്ദം ഭജൻസ് ഉണ്ട് എന്ന് അറിഞ്ഞാൽ ഒരു വട്ടമെങ്കിലും അതൊന്ന് കേൾക്കണമെന്ന മോഹമില്ലാത്തവരായി ആരുമില്ല എന്ന് പറഞ്ഞാലും വലുതൊന്നും ആവില്ല. നവീൻ മോഹൻ എന്ന യുവാവാണ് നന്ദഗോവിന്ദം എന്ന മ്യൂസിക് ബാൻഡ് സ്ഥാപിച്ചതും അതിന് തുടക്കമിട്ടതും. കോട്ടയം നാഗപടത്തുകാരനാണ് നവീൻ. ബിസിനസ്സുകാരനായ മോഹൻ നായരുടെയും ഭാര്യയുടെയും മൂത്ത മകനായിട്ടാണ് നവീൻ ജനിച്ചത്. ഒരു അനുജത്തിയുമുണ്ട്, നവമി. കുട്ടിക്കാലം മുതൽക്കേ സംഗീതം അഭ്യസിച്ചിരുന്ന നവീൻ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത് കോട്ടയം CMS കോളേജിലായിരുന്നു. പിന്നീട് MBAയും മാർക്കറ്റിംഗ് ആൻഡ് HR ഉപരിപഠനവും നടത്തിയ നവീൻ വൈകാതെ തന്നെ ജോലിയും ലഭിച്ചു. തുടർന്ന് ജനറൽ മിൻസിൽ ദുബായ് കൺട്രി മാനേജറായി ജോലി ചെയ്യുന്ന കാലത്താണ് വീണ്ടും സംഗീത ലോകത്തേക്ക് സജീവമാകുന്നത്. പഠനത്തിന്റെ കാലത്തിലുടനീളം സംഗീതത്തെ മുറുകെ പിടിച്ചിരുന്ന നവീൻ നന്ദഗോവിന്ദം എന്ന മ്യൂസിക് ബാൻഡ് തുടങ്ങിയതോടെയാണ് ശ്രദ്ധ നേടി തുടങ്ങിയത്. സംഗീത ബാൻഡ് തുടങ്ങുന്നതിന് മുൻപേ 2013 ശ്രീദേവി എന്ന പെൺകുട്ടിയുമായുള്ള വിവാഹം. വിവാഹശേഷം വിദേശത്തേക്ക് പോയ നവീൻ അവിടെയായിരുന്നു ഏറെക്കാലം ചിലവഴിച്ചത്. തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചെത്താനും സംഗീത രംഗത്ത് കൂടുതൽ ശോഭിക്കാനുമുള്ള ആഗ്രഹമാണ് മ്യൂസിക് ബാൻഡ് തുടങ്ങുന്നതിലേക്ക് എത്തിച്ചത്. അതിനിടയിൽ വിവാഹം കഴിഞ്ഞ 7 വർഷത്തോളം കഴിഞ്ഞ ശേഷമാണ് നവീനും ശ്രീദേവിക്കും ഇരട്ടക്കുട്ടികൾ ജനിക്കുന്നത്. 5 വയസ്സുകാരായ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് മക്കൾ. അതിനുശേഷം നാട്ടിൽ തന്നെ ചുവടുറപ്പിക്കാൻ തീരുമാനിച്ച നവീൻ മോഹൻ, ശ്രീലാൽ വേണു, മനു മോഹൻ എന്നീ 3 പേരുമായി ചേർന്ന് 16 അംഗ സംഘമായ നന്ദഗോവിന്ദം എന്ന മ്യൂസിക് ബാൻഡിന് തുടക്കമിട്ടു. പറയരുതേ രാധയെ അറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം എന്ന റീൽസ് വീഡിയോ വൈറലായതോടെ ലോകമെമ്പാടും ലോക പ്രശസ്തി നേടുകയായിരുന്നു. ഇപ്പോൾ നന്ദഗോവിന്ദം ട്രാക്ക് പിടിച്ച് ഒരുപാട് പേര് ഈ രീതിയിൽ വരുന്നുണ്ട് എങ്കിലും നന്ദഗോവിന്ദം ശ്രോതാക്കളുടെയും കാണികളുടെയും മനസ്സിൽ കസേരയിട്ട് ഇരുപ്പുറപ്പിച്ചു കഴിഞ്ഞു.